ആ ഇച്ചായ വന്നോ? ഇച്ചായ ബാഗൊക്കെ അവിടെ താഴെ വെച്ചോ, നമുക്ക് പെട്ടെന്ന് വെളിയിൽ പോണം. നമുക്ക് കടയിൽ പോണം ഇച്ചായ. 2 ആഴ്ച നമ്മള് ഫുൾ കടയിലല്ലായിരുന്നോ? എന്നാലും നാട്ടിലൊക്കെ പോയാലേ കുറച്ച് സാധനം കൊണ്ട് മേടിക്കാനുണ്ട്. ഓ എന്റെ പൊന്നെ ഇച്ചാ അതോടത്ത് വിഷമിക്കണ്ട, നമുക്ക് ക്രെഡിറ്റ് ഉള്ളു, അതങ്ങോട്ട് കൊടുത്താ പോരെ. എന്തായാലും വേണ്ട, ഇനി നാട്ടില് 10 വർഷം കൂടുമ്പോഴാണ്. വീട്ടിലേക്ക് സ്പ്രേ വല്ലതും വേണോ? ഓ വേണ്ട ഇച്ചായ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതെന്താ ഈ സ്പ്രേ ഒക്കെ? ഇത് എന്റെ ആന്റിമാർക്ക് വേണ്ടി മേടിച്ചാ. അതുള്ളൂ, അപ്പൊ എന്റെ ആന്റിമാർക്ക് വേണ്ടി പോയിട്ടുള്ളൂ. നമ്മൾ എന്നെ മേടിക്കാനാ വന്നേ? ഇന്നിപ്പോ 1-2 സാധനം മാത്രം മതി ഇച്ചായ, അധികമൊന്നും ഇല്ല. ആ ഇച്ചാൻ ഇവിടെ നിൽക്കണോ? എന്റെ ഷോപ്പിംഗ് കഴിഞ്ഞു, നമുക്കെന്നാ പിന്നെ ബില്ല് കൊടുത്താലോ? ഇതാണോ ഇതിന്റെ 1-2 സാധനങ്ങള്? കൊണ്ടുവെക്കടി ഇച്ചായ. കൊണ്ടുവെക്കാൻ ഓരോ കളിയും കൊണ്ട് ഇറക്കിക്കോളൂ. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ, ആരാ സംസാരിക്കുന്നത്? അമ്മായിയാണോ? 2 കൊല്ലമായല്ലോ സംസാരിച്ചിട്ട്. എന്നാണ്ട് വിശേഷം? ഞാൻ വരുന്നുണ്ട് നാട്ടിലേക്ക് അടുത്ത ആഴ്ച. പേനയോ ഉണ്ടല്ലോ? കുഞ്ഞുസാ പേനയ്ക്ക് തന്നാടാ. പേപ്പറും കൂടെ തന്നെ. പേപ്പറും പേനയും ഉണ്ട്, പറഞ്ഞോ. ലാപ്ടോപ്പ്, പിന്നെ എക്സ്റ്റെന്നോ? അതെന്നാ സാധനം? ഫോൺ. ഓക്കെ. പിന്നെ എന്നായിരുന്നു? സണ്ണിച്ചായന് വിസ്കിയോ? മക്കളുടെ കാര്യം പ്രത്യേകിച്ച് ഓർമ്മയുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പൊ വന്നിട്ട് കാണാം. ശരിയാണ്. അവരുടെയൊക്കെ ഒരു ലാപ്ടോപ്പ്, ഇവിടെ മനുഷ്യൻ 10 കൊല്ലം പഴക്കമുള്ള ലാപ്ടോപ്പും കൊണ്ടായിരിക്കും. ശരിയാ. ഇച്ചാ തുണി എടുത്തോണ്ട് വേഗം വാ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാൻ നരച്ചൊന്നും എടുക്കരുത്. ഇവിടെ നിന്നൊക്കെ പോകുമ്പോ നമ്മൾ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡിലൊക്കെ വേണം നടക്കാൻ. എന്നാ ഇങ്ങ എടുത്തോണ്ട് വാ. ഹലോ, പിന്നെ ഷഡിക്ക് ഓട്ടയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇച്ചായ പെട്ടി പാക്കറ്റ് കഴിഞ്ഞു കേട്ടോ. നീ സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ മോളെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്റെ വീട്ടിലോട്ടുള്ള സാധനങ്ങൾ, അവിടെ നിന്ന് അങ്ങോട്ട് ഇച്ചാന്റെ വീട്ടിലോട്ടുള്ള സാധനങ്ങൾ. അപ്പൊ ഈ നടുക്കുള്ളത് ആർക്കുള്ള? നടുക്കുള്ളത് നമ്മൾ ഇതുവരെ പരിചയപ്പെടാത്ത, കേട്ടിട്ട് പോലും ഇല്ലാത്ത, സംസാരിക്കാത്ത പോലും ചെയ്യാത്ത കുറച്ച് ആൾക്കാർ നമ്മുടെ വീട്ടിലോട്ട് വരുമല്ലോ, നമ്മുടെ നാട്ടിൽ ഒന്ന് പ്രമാണിച്ച്. അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ, അതിനു വേണ്ടിയുള്ളതാണ്. നീ എന്നെ അടിപൊളിയാടി മോളെ. ഹലോ ഫ്രണ്ട്സ്, എന്തുകൊണ്ട് വിശേഷം? നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങൾ നാളെ കഴിഞ്ഞ് നാട്ടിൽ പോവാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചൊരു ചെറിയൊരു കോമഡി സ്കിറ്റാണ് ഞങ്ങളിപ്പോ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് കഥാപാത്രങ്ങൾ തികച്ചും സങ്കല്പിക്കാൻ മാത്രമാണ്. ഇതൊരു ചുമ്മാ ഒരു കോമഡിക്ക് വേണ്ടി ചെയ്തതാണ്. എന്നാലും കുറച്ചൊക്കെ സത്യങ്ങൾ ഇല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക. പിന്നെ അത് കൂടാതെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കുറച്ച് പേരുകൾ പറഞ്ഞ കൂട്ടത്തിൽ കുറെ പേരുകൾ ഞങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്. അപ്പൊ അടുത്ത ഞങ്ങളുടെ നീണ്ട വീഡിയോയിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ ഞങ്ങളുടെ അടുത്ത വീഡിയോ മിക്കവാറും ഞാൻ നാട്ടിൽ ചെന്നിട്ടായിരിക്കും. അപ്പൊ അതുവരെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.